ഹായ്, 6 ആഴ്ച കൊണ്ട് നിങ്ങൾക്ക് പൈത്തൺ ബേസിക്സ് മുതൽ അഡ്വാൻസ്ഡ് വരെ ഒരു പ്രോ ലെവലിൽ നമുക്ക് പഠിക്കണമെങ്കിൽ ഇതാണ് നിങ്ങൾക്കുള്ള റോഡ് മാപ്പ്. ഒന്നാമത്തെ ആഴ്ച അടിസ്ഥാനപരമായുള്ള കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതായത് VS കോഡ് ഇൻസ്റ്റാൾ ചെയ്യുക, പൈത്തൺ ഇൻസ്റ്റാൾ ചെയ്യുക, വേരിയബിൾസിനെ കുറിച്ച് പഠിക്കുക, വേരിയബിൾസിന്റെ നെയിമിംഗ് കൺവെൻഷൻസ് പഠിക്കുക, ഡേറ്റ ടൈപ്പുകൾ, ഓപ്പറേറ്റേഴ്സ്, കണ്ടീഷണൽസ് എന്ന് പറഞ്ഞാൽ ഇഫ് എൽസ്, അതിന്റെ ഇഫ് എൽ ഇഫ് ലാഡേഴ്സ് വെച്ചിട്ട് കുറച്ച് പ്രോഗ്രാംസ് ചെയ്യുക. അതേപോലെ തന്നെ ലൂപ്പുകളിൽ തന്നെ ഫോർ ലൂപ്പ്, വൈൽ ലൂപ്പ്, ഡു വൈൽ ലൈൻ, ഇതെല്ലാം നിങ്ങൾ പഠിക്കേണ്ടത്. രണ്ടാമത്തെ ആഴ്ച ഡിക്ഷണറി, ലിസ്റ്റ്, ടപ്പിൾസ്, സെറ്റ് ഇതെല്ലാം പഠിക്കുക. അതായത് ഡേറ്റ ടൈപ്സിൽ തന്നെ ഡീപ്പ് ആയിട്ട് അതിന്റെ അകത്തുള്ള ഓപ്പറേഷൻസ് കാര്യങ്ങൾ, അതിന്റെ ഫംഗ്ഷൻസ് കാര്യങ്ങളെല്ലാം പഠിക്കുക. മൂന്നാമത്തെ ആഴ്ച ഫംഗ്ഷൻസ്, ആർഗ്യുമെന്റ്സ്, റിട്ടേൺ വാല്യൂസ്, ലാംഡ ഫംഗ്ഷൻസ്, മാപ്പ്, ഫിൽറ്റർ ഇതുപോലുള്ള കാര്യങ്ങളാണ് നിങ്ങൾ പഠിക്കേണ്ടത്. അതുപോലെ തന്നെ ഫയൽ, റീഡ് ആൻഡ് റൈറ്റ് ഇതെല്ലാം നിങ്ങൾക്ക് അവിടെ ഇൻക്ലൂഡ് ചെയ്ത് പഠിക്കാൻ പറ്റും. ആൻഡ് ഇതെല്ലാം ഉപയോഗിച്ച് ചെറിയൊരു പ്രോജക്റ്റ് ചെയ്യുക. എക്സാമ്പിൾ ഒരു ടു ഡു ലിസ്റ്റ് പോലെ ഒരു ചെറിയ പ്രോഗ്രാം ഉണ്ടാക്കാൻ ശ്രമിക്കുക. നാലാമത്തെ ആഴ്ച മൊഡ്യൂൾസും എററുകളും നിങ്ങൾ നോക്കുക. അപ്പൊ മൊഡ്യൂൾസിനകത്താണെങ്കിൽ തന്നെ നമുക്ക് ഓൾറെഡി ഉള്ള ഒരുപാട് മൊഡ്യൂൾസ് ഉണ്ട്, ഇൻബിൽറ്റ് മൊഡ്യൂൾസ് ഉണ്ട് പൈത്തനകത്ത്. പാൻഡാസ്, നംപൈ, ലൈക്ക് ഡേറ്റ സയൻസിന്റെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ അതുപോലെ തന്നെ ഡേറ്റ് ടൈം, മാത്ത് മൊഡ്യൂൾ, ഇങ്ങനെ ഒരുപാട് മൊഡ്യൂൾസ് ഉണ്ട്. അപ്പൊ അതെല്ലാം നിങ്ങൾക്ക് നോക്കാം. അതുപോലെ തന്നെ യൂസർ ഡിഫൈൻഡ് മൊഡ്യൂൾ, നിങ്ങൾക്ക് ഒരു മൊഡ്യൂൾ ക്രിയേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ എററുകൾ ഒരുപാട് നമുക്ക് പൈത്തനകത്തുണ്ട്. അപ്പൊ അതിനകത്ത് എങ്ങനെ എറർ ഹാൻഡിൽ ചെയ്യാം, അപ്പം ട്രൈ, എക്സെപ്റ്റ് മെത്തേഡുകൾ നമുക്കുണ്ട്. ഇങ്ങനെ അതെല്ലാം നിങ്ങൾക്ക് പഠിക്കാം. ആൻഡ് അഞ്ചാമത്തെ ആഴ്ച ഊപ്സിന്റെ അടിസ്ഥാന കാര്യങ്ങൾ. ഊപ്സ് എന്ന് പറയുന്നത് എന്താണ്? ഒബ്ജക്ട് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ആണ്. എൻകാപ്സുലേഷൻ, പോളിമോർഫിസം, ഇൻഹെറിറ്റൻസ്, അബ്സ്ട്രാക്ഷൻ ഇതുപോലുള്ള പില്ലേഴ്സ് നിങ്ങൾ പഠിക്കുക. അത് വിത്ത് എക്സാമ്പിൾ തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കുക. ആൻഡ് അതിനുശേഷം ആറാമത്തെ ആഴ്ച നിങ്ങൾ പഠിച്ചതെല്ലാം വെച്ച്, ഇപ്പൊ ഈ പറഞ്ഞതെല്ലാം വെച്ച് ഒരു പ്രോജക്റ്റ് ഉണ്ടാക്കാൻ ശ്രമിക്കുക. അപ്പൊ ആ പ്രൊജക്ട് എങ്ങനെ ആയിരിക്കണം? ഒരു റിയൽ ലൈഫ് പ്രോബ്ലം സോൾവ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു പ്രോജക്റ്റ് ആയിരിക്കണം. അപ്പൊ അത്തരത്തിലുള്ള പ്രോജക്റ്റ് ഉണ്ടാക്കാൻ ശ്രമിക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് പൈത്തൺ ഒരു പൈത്തൺ മാസ്റ്റർ ചെയ്യാനായിട്ട് പറ്റും. അപ്പം പൈത്തന്റെ ഒരു വിധം കാര്യങ്ങളെല്ലാം ഈ 6 ആഴ്ച കൊണ്ട് നമുക്ക് പഠിക്കാൻ പറ്റും. ഇതിന് ശേഷം പൈത്തൺ ഇവിടെ തീരാണോ വെച്ചാൽ അല്ല, പക്ഷെ നമുക്ക് കോഡ് എഴുതാനായിട്ടുള്ള പൈത്തൺ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഇപ്പോൾ ഡേറ്റ സയൻസ് മേഖലയിലേക്കാണോ അല്ലെങ്കിൽ ജാങ്കോ വഴി വെബ് ഡെവലപ്മെന്റിലേക്കാണോ, നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് നിങ്ങൾക്ക് അതിന്റെ ബാക്കി പകുതി കൂടി പഠിക്കാവുന്നതാണ്. സോ ഇതാണ് നിങ്ങളുടെ റോഡ് മാപ്പ്. ഈ പറഞ്ഞ റോഡ് മാപ്പിന്റെ മുഴുവൻ ഒരു PDF വെർഷൻ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്.